ഹായ് മക്കളെ, റീനീറ്റ് വേണോ വേണ്ടോ എന്നുള്ളതിലുള്ള ട്രയൽ സുപ്രീം കോടതി 8-ാം തീയതി ആദ്യഘട്ടം ഹിയറിംഗ് കേട്ടതിന് ശേഷം അത് 11-ാം തീയതിയേക്ക്, അതായത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ച കാര്യം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും അത് ക്ലിയറായ കാര്യമാണ്. പക്ഷേ ഒത്തിരി കുട്ടികളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സാർ 8-ാം തീയതി എന്താണ് സംഭവിച്ചത്, 11-ാം തീയതി റീനീറ്റ് ഉണ്ടാവുമോ അതോ സാധ്യത കുറവാണോ, എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 8-ാം തീയതി കുറച്ച് സമയം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സുപ്രീം കോടതിയുടെ ലൈവ് വേർഡിക്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മളുടെ വിധി വന്നതിന് ശേഷം അല്ലെങ്കിൽ 11-ാം തീയതിക്ക് മാറ്റിവെച്ചതിന് ശേഷം ലൈവ് ലോ എന്നുള്ളൊരു വെബ്സൈറ്റ് വഴി ദ എൻറ്റയർ പ്രൊസീജിയർ ഒന്നും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഞാനൊരു സുപ്രീം കോടതിയിലുള്ള ഈ ഒരു വിചാരണ ഞാൻ കേൾക്കുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. ആൻഡ് സുപ്രീം കോടതി എന്നല്ല, ചില്ലറക്കാരല്ല, എസ്പെഷ്യലി നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാർ. ഓക്കെ, അപ്പം നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല ഹോംവർക്ക് നടത്തി റിസർച്ച് നടത്തിയിട്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ NTA ചോദിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ, എന്തിനാണ് നിങ്ങൾ 2-ാം തവണ വീണ്ടും അഡ്മിഷനുള്ള സമയം നീട്ടിക്കൊടുത്തതെന്ന് NTA ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് വേറെ സംസ്ഥാനത്തെ കുട്ടികൾ ഗുജറാത്തിൽ പരീക്ഷ എഴുതാൻ എത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പോയിന്റിൽ ഈ 67 കുട്ടികളിൽ നിന്നും പിന്നെ റീനീറ്റ് നടത്തിയില്ല, അതായത് മറ്റേ ഗ്രേസ് മാർക്ക് കൊടുത്തത്, അതിലേതെങ്കിലും ഈ ഫുൾ മാർക്കുള്ള കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ അഭിഭാഷകർക്ക് അത് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ചീഫ് ജസ്റ്റിസ് അതും ക്ലിയർ ആയിരുന്നു. അപ്പോൾ 61 കുട്ടികൾ എങ്ങനെ പെട്ടെന്ന് 2ഉം 3ഉം ഉണ്ടായിരുന്നത് എങ്ങനെ പെട്ടെന്ന് 61 ആയി എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫോറിൻ രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നീറ്റ് നടത്തുന്നത്, ആ ചോദ്യ പേപ്പർ എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത്, എംബസി വഴി ഇന്ന് NTA അഭിഭാഷകൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് കൊറിയർ വഴിയാണോ എംബസിയിൽ എത്തിക്കുന്നത്, അല്ലെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയാണോ നടക്കുന്നത്, ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയെന്നുള്ള ആ ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്താണെങ്കിലും 11-ാം തീയതിയാണ് റീനീറ്റ് വേണോ വേണ്ടോ എന്നുള്ള വിധി വരുന്നതെങ്കിൽ ഈ 3 ചോദ്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസക്തി. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്തിട്ടുണ്ട്, NTA കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന CBI ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം എന്താവും, അതിനനുസരിച്ചായിരിക്കും 11-ാം തീയതിയാണ്. ഇനി എന്നാണോ വിധി പറയുന്നത്, ഇനി വീണ്ടും മാറ്റിവെക്കുമെന്ന് എനിക്കറിയില്ല. വിധി പറയുമ്പോൾ എന്തുണ്ടാവുക, ആ വിധി ഉണ്ടാവുക ഈ 3 ചോദ്യങ്ങൾ ക്യാൻസലാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ഡൗട്ടുമില്ലാത്ത വിധം എന്ത് ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതി ചോദ്യ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ട് എന്നെന്താണ് അർത്ഥശങ്കകൾക്കിടയാവാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചോദ്യ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ടെന്ന്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ച ഒരൊറ്റ കാര്യം വെച്ചാൽ അതെപ്പോഴാണ് നടന്നത് എന്നുള്ളതാണ്. അതായത് ചോദ്യ പേപ്പർ എപ്പോഴാണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് കൊണ്ടുവരാൻ ചോദിച്ചു. ഏകദേശം ഒരു 11 മണിയോടെയാണ്, 10:30-11 മണിയോടാണ് കൊണ്ടുവരിക എന്ന് വക്കീൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമാണ് ചോദ്യ പേപ്പർ ചോർച്ച നടന്നതെങ്കിൽ അതിനെന്തില്ല വലിയ ഇമ്പാക്റ്റുകളൊന്നും വിദ്യാർത്ഥികളിലേക്ക് എത്തില്ല. കാരണം ചില കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യ പേപ്പർ കിട്ടും. അത് കിട്ടിയാൽ അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം എന്നല്ലാതെ അതിനപ്പുറം കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മൂപ്പര് അനുമാനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ സമയം എപ്പോഴാണ് ചോദ്യ പേപ്പർ ചോർന്നിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പക്ഷേ തലേ ദിവസമാണ് സാർ എന്നാണ് NTA ആൻസർ എങ്കിൽ അതെന്തായിരിക്കും, കുട്ടികൾക്ക് ആവശ്യത്തിൽ അധികം സമയം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അനുമാനത്തിൽ റീനീറ്റ് നടത്താൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ വിചാരിക്കുന്ന വളരെ ഏകപക്ഷീയമായിട്ടൊന്നായിരുന്നില്ല സുപ്രീം കോടതിയുടെ റീനീറ്റ് നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിചാരണക്കിടയിൽ തന്നെ CJI പറയുന്നുണ്ട്. പക്ഷേ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പാട്ന പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം തലേ ദിവസമാണ് ഈ ചോദ്യ പേപ്പർ കത്തിച്ച് കളഞ്ഞ രീതിയിൽ 5-6 ആൾക്കാരെ അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതൊക്കെ നാളെ തെളിയുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യ പേപ്പർ സോഷ്യൽ മീഡിയ വഴി ചോർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി ചോർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് 10,000-കണക്കിന് കുട്ടികളിൽ എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ചോർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ റീനീറ്റിൻ്റെ ഉത്തരവും
യെസ് തന്നെയായിരിക്കും. ആൻഡ് ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ NTA ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ എന്താ ലീക്ക് നടന്നിട്ടുണ്ട്, വളരെ കുറച്ച് സ്ഥലത്താണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ലീക്ക് നടന്നതിൽ എന്താ പറയുക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈ ചെയ്ത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പുറത്താണെന്നാണ്. അതിൻ്റെ എണ്ണം അറിയില്ല. അവിടെയും എന്താണ് അതിൻ്റെ ഉത്തരം നോ എന്നാണെങ്കിൽ റീനീറ്റിൻ്റെ ഉത്തരം യെസ് എന്നായിരിക്കും. അതായത് സാറേ ആകെ 25 കുട്ടികളേ ഉള്ളൂ, ആ 25 കുട്ടികളെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് എന്നാണെങ്കിൽ റീനീറ്റ് ഉണ്ടാവില്ല. സാറേ എത്ര കുട്ടികളെ നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും റീനീറ്റ് ഉണ്ടാവും. ഇനി ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, ഇതിപ്പോൾ NTA ഇതിനൊക്കെ എന്താണ് റീനീറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ആൻസർ പറഞ്ഞാലോ എന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കലാണ് നമുക്ക് നല്ലത്. കാരണം NTA ആണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു തെറ്റായ സത്യവാങ്മൂലമൊക്കെ നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും നമ്മൾ വിചാരിച്ചത്ര ചെറുതല്ല. അതുകൊണ്ട് തന്നെ NTA ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിൽ ഒരു സംശയവും വേണ്ട, ഇതിലും വലിയൊരു വിശ്വാസം എനിക്ക് സുപ്രീം കോടതിയിൽ അർപ്പിക്കാനില്ല. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ടുള്ളത് CBI എന്ത് റിപ്പോർട്ട് കൊടുക്കുന്നുള്ളതാണ്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിരുന്നാലും ഇതിലെ വിധി 11-ാം തീയതി വ്യാഴാഴ്ച തന്നെ തീരുമാനമാവട്ടെ എന്നാണ്. കാരണം ഒരുപാട് കുട്ടികൾ ആകെ ആശങ്കയിലാണുള്ളത്. സോ ഇവിടെ ചോദ്യം റീനീറ്റ് നടത്തണോ വേണ്ടയോ എന്നതിനേക്കാൾ അപ്പുറം നീറ്റ് എന്ന ഏകദേശം 20 ലക്ഷത്തിലധികം കുട്ടികൾ ഇനി എല്ലാ വർഷവും എഴുതാൻ സാധ്യതയുള്ള ആ ഒരു ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു പരീക്ഷയുടെ മൂല്യം കാത്തു സൂക്ഷിക്കാൻ സുപ്രീം കോടതി ഇടപെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. NTA കേസിൽ ഈ വർഷം എന്താ പറയുക, ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത് പോലെ ആ 2 മാർക്കുകൾ 719ഉം 718 വന്നിട്ടില്ലെങ്കിൽ ഗ്രേസ് മാർക്കിൻ്റെ ഒരു കഥയും നമ്മൾ അറിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഗുജറാത്തിലേക്ക് പല സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ട്. സോ NTA ഒന്നും വിശ്വാസയോഗ്യമല്ല. പക്ഷേ ഈ ഒരു സുപ്രീം കോടതി വിധി പ്രകാരം എന്ത് ചെയ്യണം, നീറ്റിൻ്റെ ചാരിത്രം അല്ലെങ്കിൽ സാങ്ക്ടിറ്റി എന്ത് ചെയ്യണം, നമുക്ക് തിരിച്ചു കിട്ടണം എന്നത് മാത്രമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ വിഷയം. സോ അതിന് അനുസരിച്ചുള്ളൊരു വിധി സുപ്രീം കോടതി എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.